നമസ്കാരം, ഞാൻ സ്നേഹയാണ്. അപ്പോൾ ചെറുതായിട്ട് ഞാൻ വിചാരിച്ചു ഒന്ന് ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനൊന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ മല്ലു ഇൻ ബംഗളൂരു എന്ന് പറയുന്ന ഈ ഒരു സെഗ്മെൻറ്റിൽ ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു വിശേഷങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു തണുത്ത ഒരു കാര്യത്തോടു കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു. എവിടെയോ കേട്ടുപരിചയമുണ്ടല്ലേ, കല്യാണരാമൻ സിനിമയിൽ ആരോ പറഞ്ഞ പോലെ തോന്നുന്നുണ്ടോ? എനിവേസ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ജയാനഗറിലാണ്, 4th ബ്ലോക്കിലാണ്. ഇവിടെ കൂൾ ജോയിന്റ് ഉണ്ട്. കൂൾ ജോയിന്റിൽ അടിപൊളിയായിട്ടുള്ള നല്ല നല്ല അടിപൊളി സാധനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ട്രൈ എന്ന് പറഞ്ഞിട്ട് ഇതാ അപ്പോൾ ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ ടീമിൽ ഒരാളും കൂടി ഉണ്ട്. കമ്മിയാ he have what have you bought for you? Okay, let me try this. Okay. Okay, hold this, let me try. Okay, this looks so yum. കാണാൻ നല്ല ഭംഗിയുണ്ട്. കന്നഡയിൽ പറയുകയാണെങ്കിൽ സഖത്താಗಿದೆ. ഓക്കെ, ഇനി നമുക്ക് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. ഇതൊരു ഈവനിങ് ടൈം ആയതുകൊണ്ട് ഒരുപാട് റഷ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ തിരക്കാവുന്നതിന് മുന്നേ വേഗം പോകാം. കം ഓൺ, ലെറ്റ്സ് ഗോ. അപ്പോൾ അങ്ങനെ ഒരു അടിപൊളി ഐസ്ക്രീമും ഹോട്ട് ചോക്ലേറ്റ് ഫഡ്ജൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ യാത്ര അങ്ങ് തുടങ്ങുകയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ഒരു കാര്യം കേട്ടോ, ഇവിടുത്തെ വെതർ ഭയങ്കര അടിപൊളിയാണ്. അടിപൊളി വെതറാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രത്യേകതയായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടെ എക്സ്പെൻസീവ്, അതുപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള റേഞ്ചിൽ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റുമെന്ന് കേൾക്കാറുണ്ട്. അവിടെയാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ലെറ്റ്സ് ഗോ ദേർ, കം വിത്ത് മീ, ഫോളോ മീ. പിന്നെ ഇവിടെ ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്, കുട്ടി ഷോപ്പുകളുണ്ട്. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് പറയാൻ പറ്റും, ഇപ്പോൾ നല്ല റേറ്റ് കുറവിനൊക്കെ ഇവിടെ കിട്ടുമെന്ന് പറയുന്നുണ്ട്. സോ ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഭയ്യ कितना है वो? 400. सबका 400. ഫാൻസി ടോപ്പ് देख रहे हो तुम? എല്ലാത്തിനും 400 രൂപ എന്നാണ് പറയണേ. കുഴപ്പമില്ല. ഇവിടെ കുറച്ച് നല്ല അടിപൊളി കളക്ഷൻസ് കാണുന്നുണ്ട്. പക്ഷേ 400 എന്ന് പറയുമ്പോൾ റേറ്റ് ഐ തിങ്ക് ഇറ്റ്സ് ഫെയർ. കളർ മസ്റ്റ് നമുക്ക് നോക്കാം. ലെറ്റ്സ് ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട് ആൻഡ് ലെറ്റ്സ് കം ബാക്ക്. ഓക്കെ, വാ. ഓൾവേസ് മൈ ഫേവറേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ. दीदी कितना है वो? 100. सबको 100 है? कितना? 100. बस बार्गेन नहीं है था? नहीं नहीं, बार्गेन ഇവിടെ ചെയ്യില്ല എന്നാ പറയണേ. नो 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 नो. देख लो तुम, स्माइल करो, हाय हाय बोलो, हाय बोलो. क्यों डर नहीं? देख, अയ്യോടാ ബ്ലഷ് ചെയ്യുന്നു. ഇങ്ങോട്ട് വാ. 150 का 3 पीस. 150 का 3 पीस. दिस इज लाइक 3 पीस मतलब എനിക്ക് സത്യത്തിൽ വാങ്ങണമെന്നുണ്ട്. പക്ഷെ എന്താന്ന് വെച്ചാൽ ഐ തിങ്ക് 200 വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നാൾ സസ്റ്റെയിൻ ചെയ്യുന്നുള്ളത് നമുക്കറിയില്ല. ഇവിടെ എനിക്ക് ബാർഗെയിൻ ചെയ്തിട്ട് ഒന്നും നടക്കില്ല. അപ്പോൾ ഞാനിനി അന്വേഷിക്കണം എൻ്റെ പ്രൊഡ്യൂസർ എവിടെ, അദ്ദേഹത്തിന് വിളിക്കാനുള്ള ഒരു കാര്യമുള്ളൂ. കാരണം എനിക്ക് ചെറുതായിട്ട് ഇതിൻ്റെ ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് വല്ലതും ഹെൽപ്പ് ചെയ്യുമെങ്കിൽ വളരെ ഉപകാരമായിരിക്കും എന്ന് ഞാൻ അറിയിക്കുകയാണ്. എൻ്റെ പ്രൊഡ്യൂസർ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇനി ഇവിടെ കൂടുതൽ വരാൻ നിൽക്കണ്ട, ഇങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ടായിരുന്നു. ഞാനൊരു നല്ല കുട്ടിയായിട്ട് അനുസരിക്കുകയാണ്. വാ, ലെറ്റ്സ് ഗോ. ഞാൻ ഇവിടെ വന്നിട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നമുക്ക് ഇങ്ങോട്ടേക്ക് നോക്കുവാണെങ്കിൽ കംപ്ലീറ്റ്ലി ഇനി കുറച്ച് നല്ല റേറ്റ് കുറവിനുള്ള കാര്യങ്ങൾ കാണാൻ പറ്റുമെന്ന്. സോ ലെറ്റ്സ് ഗോ ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഐ തിങ്ക് ഇവിടെ കൂടുതലും നമുക്ക് ലേഡീസിൻ്റെ ഭാഗങ്ങളാണ് കാണാൻ പറ്റുന്നത്. ലേഡീസ് ആൻഡ് കിഡ്സ് പറ്റുന്ന കാര്യങ്ങളാണ്. സോ ലെറ്റ്സ് സീ. മലയാളം കുത്താ, മലയാളം നീ. ഇവിടെ ഏറ്റവും സാഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ, മലയാളം ഒരാൾക്കും അറിയില്ല. അറിയാമോ എന്നുള്ളത്. ഓ ക്യാ ഹേ? റിങ്ങാ? ഇതെന്താണ് സംഭവം? റിങ് ആണെന്നാ പറയുന്നേ. ഞാൻ ഉപയോഗിച്ച് ഇനി അധികം പ്രശ്നമാക്കുന്നില്ല. അച്ഛാ ആ മാംഗോ 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 മാംഗോ. വേർ ഇസ് മാംഗോ? മാംഗോ കളർ. ഞാൻ ആദ്യം ആള് ഇവിടെ മാംഗോ മാംഗോ എന്ന് പറയും. മാംഗോ കളറാ? കൊള്ളാം. ഞാൻ ആക്ച്വലി അദ്ദേഹം ഈ മാംഗോ മാംഗോ എന്ന് വിളിക്കണ കേട്ടിട്ടാണ് വേഗം വന്നത്. പക്ഷെ ഞാൻ നോക്കുമ്പോണ്ടല്ലോ എവിടെ മാങ്ങയൊന്നും കാണുന്നില്ലല്ലോ എന്നിങ്ങനെയൊക്കെ. ബട്ട് अच्छा है भैया, अच्छा है. हाँ, वेरी नाइस. कितना है? 300 में आपके लिए.
आपके लिए आपके लिए 300 ओह 500 है शॉप प्राइस, आपके लिए 300 रीजनेबल रीजनेबल आपके लिए ടു 150 नो നോ വേ എന്നാണ് പറയണേ. मैंगो आएगा മാംഗോ ആപ്പിൾ ഇവിടെ ഇല്ല, മാംഗോ മാത്രം എടുക്കാറുള്ളൂ. സോ റൈറ്റ് നൗ ഞാൻ ഉള്ളത് BDA കോംപ്ലക്സിലാണ്, നമ്മുടെ ജയനഗറിലെ BMTC ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് അല്ലേ, അടുത്തായിട്ടാണ്. ആൻഡ് ഐ കുഡ് സീ ഇവിടെ കുഞ്ഞു കടകൾ. ഈ കുഞ്ഞു കടകളിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഡിസ്കൗണ്ട്സ് ഉണ്ട്. പക്ഷെ ഇവിടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രശ്നമാവോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. ബട്ട് സ്റ്റിൽ ലെറ്റ്സ് ഗോ വെൻ. ഞാനൊരു ചെറിയ ഗ്ലിംസ് കാണിക്കാം. ഓക്കെ, ഇവിടെ ഫിക്സ്ഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, ഒന്നും നടക്കില്ല ബാർഗെയിനിങ് ഒന്നും. കം ലെറ്റ്സ് ഗോ. ഇവിടെ ഏറ്റവും കൂടുതൽ ബാംഗ്ലൂർ നമുക്ക് കിട്ടുന്ന 2 സാധനങ്ങളാണ്. ഒന്ന് ചെരുപ്പുകളും, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നതാണ് ഡ്രസ്സുകൾ. അത് വില കുറവിന് കിട്ടുന്നതാണ്. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ എനിക്ക് ഡിസ്കൗണ്ട് കാണാനുണ്ട്. കം ലെറ്റ്സ് ഐ ഷോ യു. ഞാൻ കുറച്ച് ടയേർഡായിരിക്കുകയാണ്, കാരണം ഇവിടെ മൊത്തം നോക്കുമ്പോൾ ഒരുപാട് നടക്കാനുള്ള മാത്രമല്ല എനിക്കിവിടെ സ്പെഷ്യലായിട്ട് കൂടുതൽ നമ്മുടെ വിമണിന് വേണ്ടിയിട്ടും കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ കാണാനുണ്ട് കേട്ടോ. ഓൾസോ ഈ ഒരു സമയത്ത് ഇന്ന് ഞാനൊരു വീക്ക് ഡേയിലാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ അത്ര വലിയ റഷായിട്ട് എനിക്ക് തോന്നുന്നില്ല. ബട്ട് സ്റ്റിൽ എന്നാലും ഈ ഒരു ഈവനിങ് ടൈമിൽ റഷ് ഉണ്ട്, ഇല്ല എന്നല്ല. ബട്ട് വീക്കെൻഡിൽ കാലെടുത്ത് വെക്കാനുള്ള ഒരു സമയം പോലുമല്ല, നമുക്ക് ആ ഒരു ക്ഷമ പോലും ഉണ്ടാവില്ല. അപ്പോൾ വീക്കെൻഡ്സിൽ വരാനുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതൊന്ന് മുൻകൂട്ടി മനസ്സിൽ വെച്ചിട്ട് വരണം കേട്ടോ. എന്തായാലും ഇനി ഞാൻ പുറത്തോട്ട് ഇറങ്ങിയിട്ട് ഇനി കുറച്ച് എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. സോ ഐ ഷോ യു. കം. എന്ന് വെച്ചാൽ ഞാനിവിടെ വന്നപ്പോൾ ഇവിടെ ഒരു നല്ല ഭംഗിയുള്ളൊരു ഷോപ്പ് കണ്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി ഇവിടെ മലയാളീസിനൊന്നും കാണാനില്ല, അതുപോലെ തന്നെ എനിക്ക് നല്ല കുട്ടിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ വാങ്ങും വേണം. സോ കുറച്ചൊന്നും നല്ല ഭംഗിയിലുള്ള സ്ഥലത്ത് കയറിയപ്പോൾ മലയാളികളില്ല എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഒരാൾ എനിക്ക് മലയാളം അറിയാം എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്തോട്ട് ഇങ്ങോട്ട് വന്ന ഒരാളാണ്. ദേ അവിടെ പുറകിൽ നിൽക്കുന്നുണ്ട്, നൈസായിട്ട് ഓടുന്നുണ്ട്. ഓൾസോ അങ്ങനെ ഞാൻ പറഞ്ഞു നിൽക്കുന്ന സമയത്ത് ഇവിടെ നോക്കുമ്പോൾ മൊത്തം മലയാളം. എനിക്ക് മലയാളം അറിയാമെന്ന് പറഞ്ഞിട്ട്. മലയാളം അറിയോ? എവിടുന്നാണ്? വേറെ യു ഫ്രം? ഞാൻ മാംഗ്ലൂർ. മാംഗ്ലൂരിൽ നിന്നാണ് പറയുന്നത്. ഇവിടെ കുറെ ആൾക്കാർ അവിടെ നൈസായിട്ട് പതുങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് മലയാളീസ് വരാറുണ്ടോ? വരാറുണ്ട്. ഇവിടുത്തെ സ്പെഷ്യൽ എന്താ? എല്ലാം സ്പെഷ്യൽ. ഇതൊക്കെ എവിടുന്നാണ് കൊണ്ടുവരുന്നത്? ലൈക്ക് ഇമ്പോർട്ടിങ് വേറെ സ്ഥലത്തു നിന്നാണ്. അത് പറയില്ല, നമ്മുടെ അടുത്ത് പറയില്ല. അപ്പൊ മലയാളീസ് വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ പോകുന്നത് എന്താണ്? ആൾമോസ്റ്റ് എല്ലാം പോകും. ഇത് എന്തുത്തരാണിത്? എല്ലാതും കൂടെ എല്ലാം പോവും, എല്ലാം നൈസാണ്, എല്ലാം അടിപൊളിയാണെന്നാണ്. പക്ഷെ ഞാനൊരു മാംഗ്ലൂരിയൻ ആദ്യമായിട്ടാണ് ഇത്രയും അടിപൊളിയായിട്ട് മലയാളം സംസാരിക്കാൻ കേൾക്കണം കേട്ടോ. അടിപൊളി. ഇവിടെ വേറെ ഒരു മലയാളി അവിടെ കാസർഗോഡുകാരനാണെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോകുന്ന ഒരാള്. കുഴപ്പമില്ല, പിടിക്കാം അല്ലേ? എനിവേസ് താങ്ക് യു സോ മച്ച്. ഞാൻ എന്തായാലും ഒരു ദിവസം വരുന്നതാണ്. ഓക്കെ. ഒരാളെ അടുത്ത് പറയായിരുന്നു കല്യാണം കഴിഞ്ഞതാ, അതുകൊണ്ട് ഞാൻ ക്യാമറയുടെ മുന്നിൽ വരേയില്ല എന്നുള്ളത്. എന്താ ചെയ്യാ? മാംഗ്ലൂരിൽ മംഗലാപുരത്ത് നിന്നാണ്. അപ്പം ഇവിടെ എത്ര നാളായി? ഇവിടെ കുറെ കൊല്ലമായി. 10 കൊല്ലായി. ഓക്കെ. ഇവിടെ കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോ എങ്ങനെയാ? മലയാളീസ് അങ്ങനെ കൂടുതൽ ആൾക്കാരൊക്കെ വരാറുണ്ടോ? മലയാളീസ് ഇഷ്ടം പോലെ വരാറുണ്ട്. ഞങ്ങളെ സാധനം എല്ലാം മൂവിങ് സാധനമല്ലേ, എല്ലാം ലേഡീസ് ചോയ്സേ ഉള്ളൂ, അതുകൊണ്ട് അധികം പ്രത്യേകിച്ച് ലേഡീസ് ഇവിടെ എന്താണ് സ്പെഷ്യൽ? എനിക്ക് അവിടെയൊക്കെ നല്ല അടിപൊളി സാധനങ്ങൾ കാണാറുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ റേറ്റ് ഉള്ളത് എന്തിനാ? സ്റ്റോണിന്റെ സാധനം ഉണ്ട്, ഇഷ്ടം പോലെ നെക്ലേസ് എല്ലാം ഉണ്ട്. അതുപോലെ നല്ല മൂവിങ് സാധനം, എവിടെ കിട്ടാത്ത സാധനങ്ങൾ ഞങ്ങൾ വെക്കാറുണ്ട് സാധാരണ. ഇതൊക്കെ എവിടെ നിന്ന് എടുക്കണേന്ന് ചോദിക്കാൻ പറ്റുമോ? പറയില്ല. അങ്ങനെ ഇല്ല, പ്രത്യേകിച്ച് പ്ലേസ് ഒന്നും ഇല്ല. അതിനെ കുറെ വെറൈറ്റീസിനെ കുറെ പ്ലേസ് ചൈന അതോ പ്രത്യേകിച്ച് പറയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയൊന്നുമില്ല. എനിവേസ് ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പൊ വിൽക്കുന്ന സാധനങ്ങൾ ലേഡീസിന്റെ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ ഏറ്റവും ഈ കുഞ്ഞു സാധനങ്ങളിലൊക്കെ ഏറ്റവും ഡിമാൻഡ് എന്തിനാ ഇവിടെ? അധികം ഉള്ള ക്ലിപ്സ് ആണ്. ക്ലിപ്സ്. ക്ലിപ്സോ അല്ലെങ്കിൽ അതുപോലത്തെ ചെയിൻ ഇവിടെ കാണുന്നത് ഫാൻസി ചെയിൻസ് ഒക്കെ നല്ല ഫാൻസി ചെയിൻസിനൊക്കെ ഇത് പോവാറുണ്ടല്ലേ? പിന്നെ ഇപ്പൊ എല്ലാം ട്രെൻഡിലുള്ള സാധനം ഞങ്ങളുടെ അടുത്തുള്ളൂ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം, നമ്മുടെ റേഡിയോ സിറ്റി ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ റേഡിയോ സിറ്റി എന്നാണ്. അപ്പൊ റേഡിയോ സിറ്റി എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും നമ്മുടെ ഓഡിയൻസ് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസ്കൗണ്ട് കൊടുക്കും? ചെയ്യാം. ഡിസ്കൗണ്ട് കൊടുക്കും.
ഓ ഫ്ലാഷ് ന്യൂസ് ഡിസ്കൗണ്ട് കൊടുക്കുന്നാണ് പറയുന്നത്. അപ്പൊ എന്തായാലും റേഡിയോ സിറ്റി എന്നുള്ള പേര് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വന്നാൽ അഥവാ നല്ല പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാരും കേട്ടല്ലോ. ഓക്കെ, നല്ല സാധനം പർച്ചേസ് ചെയ്യണം. നല്ല സാധനം പർച്ചേസ് ചെയ്യണം. ഓക്കെ, അത് ബില്ല് ചെയ്തെങ്കിൽ റേഡിയോ സിറ്റി കൊണ്ട് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും, പർച്ചേസ് ചെയ്ത് കൊടുക്കും. സെറ്റ് ആക്കാന്ന് അല്ലേ? എനിവേസ് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു. അപ്പൊ അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് ഞാൻ അങ്ങനെ കുട്ടി കുട്ടി ഷോപ്പുകളിലൊക്കെ പോയിട്ട് ഇവിടെ വന്ന് നിൽക്കുകയാണ്. ഇപ്പോൾ ഇത് ജയനഗർ 3rd ബ്ലോക്കാണ്. നിങ്ങൾക്ക് പിന്നിൽ കാണാൻ പറ്റും ഇവിടെ ബസ് സ്റ്റോപ്പാണ്. ജയനഗർ ബസ് സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലായിടത്തേക്കുള്ള ബസ്സുകൾ കിട്ടും എന്നാണ് കേട്ടോ അവിടെ പറയുന്നത്. സോ ബേസിക്കലി നമ്മൾ ബാംഗ്ലൂർ വന്നിട്ട് എവിടെയെങ്കിലും പോയി പെടുവാണെങ്കിൽ നമുക്ക് ജയനഗർക്കുള്ള ബസ് കിട്ടുക, ഇവിടെ നിന്ന് എല്ലായിടത്തേക്കുള്ള ബസ് കിട്ടും. ഓൾസോ ഏറ്റവും കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാണ്ട് ഇവിടെ നിന്ന് പോകരുത്, കാരണം ജയനഗറിൽ അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള കുട്ടി കുട്ടി ഷോപ്പുകളും വിത്ത് ലോട്ട് ഓഫ് ഡിസ്കൗണ്ട്സ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഡു ചെക്ക് ഔട്ട്. ഓക്കെ, ഇനി അടുത്തൊരു അടിപൊളി സ്ഥലവുമായിട്ട് I'll be back in Mallu in Bangalore. This is me, Sneha. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.